ഇനി അടുത്തൊരു ചോദ്യം. ആസ് ഷോൺ ഇൻ ദ ഫിഗർ, a spring is kept in a stretched position with some extension by holding the mass 1 kilogram and 0.2 kilogram with a separation more than spring natural length and is released. Assuming the horizontal surface to be frictionless, the angular frequency ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു തിയറി ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. വർക്ക് എനർജി പവറും അതേപോലെ ഓസിലേഷനും രണ്ടും കൂടി കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇഫ് വി ഹാവ് എ സ്പ്രിങ്, നമുക്കൊരു സ്പ്രിങ് ഉണ്ട്, അതിലേക്ക് ഞാൻ ഒരു സിംഗിൾ ബ്ലോക്ക് കണക്ട് ചെയ്തു. മിക്കവാറും എക്സാമിന് ഇതാണ് വരാറ്, പക്ഷേ നല്ല ചോദ്യങ്ങളാണെങ്കിൽ മുമ്പ് വന്ന പോലെ ചോദ്യങ്ങളിൽ കാണാറുണ്ട്. അപ്പോൾ ഒരു സ്പ്രിങ്ങിൽ ഒരു മാസം നമ്മൾ കണക്ട് ചെയ്തു. ആ സമയത്ത് ഞാനിത് താഴേക്ക് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് കിടന്നിട്ട് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യില്ലേ? ആ സമയത്ത് ഇതിൻ്റെ ടൈം പീരീഡിൻ്റെ ഫോർമുല എന്താണെന്നറിയോ? 2π × √m ഡിവൈഡഡ് ബൈ കെ. ഓക്കെ, 2π × √m ബൈ കെ. എം എന്ന് പറയുമ്പോൾ അതിൻ്റെ മാസ്, കെ എന്ന് പറയുമ്പോൾ സ്പ്രിങ് കോൺസ്റ്റന്റ് ആണ്. ആ ഒരു കാര്യം അറിയാം. ഇനി അടുത്തൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ രണ്ട് സ്പ്രിങ്ങുകൾ അല്ലെങ്കിൽ ഒരു സിംഗിൾ സ്പ്രിങ് ആണ്, പക്ഷെ അതിൽ 2 മാസം നമ്മൾ കണക്ട് ചെയ്തു. നോർമലി ഒരു മാസമല്ലേ നമ്മൾ പറയാറ്, 2 മാസം നമ്മൾ കണക്ട് ചെയ്തു. ഈ മാസ് M1 ആണ്, ഈ മാസ് M2 ആണ്. അത് രണ്ടും ഒരു ഹൊറിസോണ്ടൽ സർഫസിൽ കിടന്നിട്ട് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ രണ്ടുപേരും ഒന്നിച്ച് കംപ്രസ് ചെയ്തു റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടുപേരും കൂടി മൂവ് ചെയ്യാറല്ലേ? നോർമലി ഒരു മാസം ആണെങ്കിൽ നമ്മൾ എന്താ ഫോർമുല? 2π × √m ബൈ കെ. ഒന്നിലധികം മാസം വരികയാണെങ്കിൽ ഫോർമുല സെയിം ആണ്. ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π × √m ഡിവൈഡഡ് ബൈ കെ ആണ്. പക്ഷേ ഈ എം എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ? എം ഇക്വലന്റ് ആണ്, അവരുടെ ഇക്വലന്റ് മാസ് ആണ്. നമ്മൾ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ നമുക്ക് റെഡ്യൂസ്ഡ് മാസ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഇക്വലന്റ് എന്നൊക്കെ പറയാം. എങ്ങനെ വേണമെങ്കിലും പറയാം, ഇക്വലന്റ് മാസ് അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് മാസ്. അപ്പോൾ ഒന്നിലധികം സ്പ്രിങ് ഉണ്ടെങ്കിൽ നമ്മൾ കെ ഇക്വലന്റ് എന്നല്ല പറയാറ്. എന്നിട്ട് സ്പ്രിങ്ങിന്റെ സീരീസ് പാരലലിന്റെ ഐഡിയ യൂസ് ചെയ്യാറില്ലേ? അതേപോലെ തന്നെ ഒന്നിലധികം മാസ് ഉണ്ടെങ്കിൽ എം റെഡ്യൂസ്ഡ് എന്നാണ്, അല്ലെങ്കിൽ എം ഇക്വലന്റ് എന്നാണ് പറയാറ്. അപ്പോൾ ആ എം റെഡ്യൂസ്ഡ് അല്ലെങ്കിൽ എം ഇക്വലന്റിന്റെ ഫോർമുല എന്താണെന്നറിയോ? M1 M2 ഡിവൈഡഡ് ബൈ M1 + M2. ആ ഒരു റിലേഷൻ അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. നമുക്ക് ടൈമൊക്കെ സേവ് ചെയ്തിട്ട് വേഗം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് എത്താൻ പറ്റും. റെഡി അല്ലേ? ദെൻ നമുക്ക് ഈ ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ രണ്ട് സ്പ്രിങ്ങുകൾ മൂവ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഡയറക്റ്റ് ഫോർമുലയാണ്. ടൈം പീരീഡിന്റെ ഫോർമുല 2π × √m ബൈ കെ ആണ്. ഒന്നിലധികം മാസ് ഉണ്ടെങ്കിൽ എം ഇക്വലന്റ് അല്ലെങ്കിൽ എം റെഡ്യൂസ്ഡ്. എം റെഡ്യൂസ്ഡ് നമുക്കൊന്ന് കണ്ടിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എം റെഡ്യൂസ്ഡ് എങ്ങനെയാ? M1 M2 ഡിവൈഡഡ് ബൈ M1 + M2. ഓക്കെ, M1ന്റെ വാല്യൂ 1, M2ന്റെ വാല്യൂ 200 ആണ്. ഗ്രാമിലായതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? 1 kg ആൻഡ് 0.2 kg അല്ലേ? അപ്പോൾ 200 × 10⁻, അല്ലെങ്കിൽ ക്വസ്റ്റിൽ തന്നിട്ടുണ്ടല്ലോ 0.2 kg ഡിവൈഡഡ് ബൈ M1 + M2. 1 + 0.2 എത്രയാ? 1.2. ഇങ്ങനെയല്ലേ വരുന്നുണ്ടാവുക? 1.2. Therefore M reduced is equal to 1 × നമുക്ക് എങ്ങനെ എഴുതാം? 2 ഡിവൈഡഡ് ബൈ 12 എന്ന് എഴുതാം, ഓർ 1/6. അപ്പോൾ റെഡ്യൂസ്ഡ് മാസ് എത്രയാണ്? 1/6 ആണ്. ആ വാല്യൂ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. Therefore ടൈം പീരീഡ് is equal to 2π × √m. എമ്മിന്റെ വാല്യൂ 1/6 ഡിവൈഡഡ് ബൈ കെ. കെയുടെ വാല്യൂ ക്വസ്റ്റിൽ ഓൾറെഡി 150 തന്നിട്ടുണ്ട്. കെയുടെ വാല്യൂ ക്വസ്റ്റിൽ ഡയറക്ട്ലി 150 തന്നിട്ടുണ്ട് അല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തായിട്ട് മാറും? √m ഡിവൈഡഡ് ബൈ കെ ആണ്. നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവർ ക്വസ്റ്റിൽ ചോദിച്ചത് വാട്ട് ഇസ് ആംഗുലർ ഫ്രീക്വൻസി ആണ്. ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ആരാണ്? ഒമേഗയാണ് അല്ലെ? ആംഗുലർ ഫ്രീക്വൻസി. ടൈം പീരീഡ് അല്ല ഇവർ ചോദിച്ചിട്ടുള്ളത് അല്ലേ? ഈ ക്വസ്റ്റിൽ അവർ ചോദിച്ചിട്ടുള്ളത് പിന്നെ ആംഗുലർ ഫ്രീക്വൻസി ഒമേഗയാണ്. അപ്പോൾ ക്വസ്റ്റിൽ ടൈം പീരീഡ് ആണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പക്ഷേ ഈ ക്വസ്റ്റിൽ അവർ ടൈം പീരീഡ് അല്ല ചോദിച്ചിട്ടുള്ളത്, ഒമേഗയാണ്. വി നോ ദാറ്റ് ഒമേഗ എല്ലാം ഒരേ റിലേഷൻ തന്നെയാണ്, ചെറിയ മോഡിഫിക്കേഷൻസ് ഉണ്ട്. ഇൻ കേസ് അവർ ടൈം പീരീഡ് ആണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ക്വസ്റ്റിൽ അവർ ഒമേഗയാണ് ചോദിച്ചത് അല്ലേ? അപ്പോൾ ഒമേഗ നമ്മൾ എങ്ങനെ കാണും? വി നോ ദാറ്റ് ഒമേഗ ഈസ് ഈക്വൽ ടു √k/m. ഇതും സ്റ്റാൻഡേർഡ് റിലേഷനാണ്. ശരിക്കും ഈ റിലേഷനിൽ നിന്നാണ് ഇത് അവർ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ ഞാൻ കാണിക്കാം. ഒമേഗ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ 2π ഡിവൈഡഡ് ബൈ ടൈം പീരീഡ് അല്ലേ? ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കൂ. ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π × √m ബൈ കെ. ഓക്കെ, അപ്പോൾ ശരിക്കും ഇതിൽ നിന്നാണ് ഈ ഒരു റിലേഷൻ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഒമേഗയുടെ ഫോർമുല എത്രയാണ്? √k/m ആണ്. ഈ എം എന്ന് പറയുമ്പോൾ എന്താണ്? അതിന്റെ റെഡ്യൂസ്ഡ് മാസ്. വാല്യൂ കൊടുക്കാം √k. കെയുടെ വാല്യൂ 150, എമ്മിന്റെ വാല്യൂ 1/6. 6 മുകളിലേക്ക് പോകും. സോ √900 വരും. വാട്ട് ഇസ് √900 എത്രയാണ്? 30 ഈസ് എ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 1 ആണ്. അപ്പൊ ടൈം പീരീഡ് ആണ് ചോദിച്ചതെങ്കിൽ 2π × √m ബൈ കെ എന്ന് എഴുതാം. ആ എം എന്ന് പറയുമ്പോൾ റെഡ്യൂസ്ഡ് മാസ് ആണ്. ഒരു മാസം ആണെങ്കിൽ കുഴപ്പമില്ല. ഇതിൽ ഒമേഗയാണ് അവർ ചോദിച്ചത് അല്ലേ? അപ്പോൾ ഒമേഗ എന്ന് പറയുമ്പോൾ √k/m.